അപ്പോൾ അങ്ങനെ വേഗം പിടിച്ചിട്ട് ഇങ്ങനെ കുലുങ്ങി 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 നടന്നൊരു കുട്ടികളെ നമുക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും. അത് നമ്മൾ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് കേട്ടോ. നമ്മളിതിനെ എങ്ങനെയാണ് ലീക്ക് ചെയ്യുന്നതെന്ന് എപ്പടി നമ്മുടെ ഐഡിയ എടുക്കാൻ പോയി. അന്നൊക്കെ അങ്ങനെയുള്ള അന്ന് നിൽക്കാതെ കഴിഞ്ഞിട്ട് 3 മാസം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൊന്നും ആരും കാണുന്നില്ലേ. ഇപ്പൊ പിന്നെ പുലിയാണ് തേങ്ങ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ വൃദ്ധ കേട്ടോ. എന്റെ ലൈവിൽ വരുന്ന മുത്തോണിയത്തിന്റെ ശരിക്കും മനസ്സിലാവും. അതൊന്ന് വെറുത്തിട്ടെറിഞ്ഞ് പോകുന്നതാണ് പണി. ചടച്ചിട്ട് പിരാന്തായിട്ട് ഒഴിവാക്കി പോകുന്ന പണിയാണ്. അങ്ങനെയാണ് നമ്മൾ ഗൾഫ് നിർത്തിയോ സത്യത്തിൽ. നമ്മൾ തൂങ്ങുമ്പോൾ 80 കിലോ അല്ല വെയിറ്റ് വരിക. അതിൽ കൂടുതൽ വെയിറ്റ് കാണിക്കും നമ്മൾ അങ്ങനെ വെയിറ്റ് കൊടുത്ത് തൂങ്ങുമ്പോൾ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചു ബ്ലോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മുത്തുമണികളെ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം. നമ്മളെ കുഞ്ഞിതാ പാല് കൊണ്ടുവരുന്ന ഗായ്സ്. പാലിൻ്റെ ആൾ കുഞ്ഞേട്ടോ. പാലും അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൾക്ക് കുടിക്കാനുള്ള പാലാണോ, ബേബിക്ക് കുടിക്കാനുള്ള പാലാണോ? ഗായ്സ്, ചെങ്കളെ മുത്തുമണികളെ, നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ ചെങ്കളെ മുത്തുമണികളെ, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച ലേഹമുണ്ടല്ലോ, ബേബീസ് ഫുഡ്. ബേബിയാണ് രണ്ട് കുട്ടികളെ ഉമ്മച്ചിയാണ് ബേബി. അങ്ങനെയാണ് ബേബി. എന്നാൽ ചെറിയ കുട്ടികൾക്ക് ബേബി എന്ന് പേരുമില്ല. എന്താ ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഫുഡിങ്, ആ ഒരു ലേഹം നമ്മൾ ബോട്ടിലാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ അത് തുടച്ച് നല്ലോണം ഉള്ളിൽ വെള്ളമൊക്കെ വറ്റിക്കണം. വെയിലത്തും വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ രാവിലെ പെണ്ണ് നമ്മളെ ഏൽപ്പിച്ചൊരു വർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഫുഡിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഫുഡ് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ആദ്യമായിട്ട് എടുക്കുകയാണ് ഇപ്പൊ പണി. സ്വഭാവം ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അത് വീഡിയോക്ക് വേണ്ടി മാത്രം എന്നാണ് പെണ്ണു അപവാദ പ്രചരണം നടത്തുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പണി എനിക്കറിയില്ല. ഇപ്പൊ എടുക്കും തുണികള് തോരട്ടയിലൊക്കെ ചോദിച്ചു. പല കഴിഞ്ഞ ന്യൂസുകളിലൊക്കെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞാൻ പെണ്ണിനെ പേടിപ്പിച്ചാൽ പറ്റി പെണ്ണു നല്ല കടുങ്കൈ ചെയ്താൽ അതൊന്നും നമുക്ക് പിന്നെ നഷ്ടമല്ലേ. അപ്പൊ ഞാൻ അതിനൊന്നും റെഡിയല്ല. അപ്പൊ നമുക്കിപ്പോ എന്താ വെച്ചാൽ ഇനിയിപ്പോ തൽക്കാലം ഇപ്പൊ ഇനിയിപ്പോ എടുക്കാൻ നമ്മള് വാസിച്ചു. ഇനിയിപ്പോ ഓള് വേണം ഇത് തുടച്ച് വൃത്തിയാക്കിയാല് നമുക്ക് രാവിലെ കാടമുട്ടിയും ഇപ്പൊ കേട്ട ചീത്തിട്ട് കാടമുട്ടി മറ്റേ കോഴിമുട്ടി നീന്ത്രപ്പഴമൊക്കെ തന്നു. തടി കൂടിയില്ല ഗൈസ്. ഞാൻ തടി കുടിക്കുക ശരി കേക്കട്ട. അപ്പോ ചില്ല് ബോട്ടിൽ ഇവിടെ ഉണ്ടായില്ല. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് 2 ചെറുതാണുള്ളത്. പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉണ്ട് കുറെ, പക്ഷെ അതിനകത്ത് ആക്കേണ്ടതുള്ള അഭിപ്രായമാണ് മമ്മക്ക്. അപ്പൊ ഞാൻ 2 ബോട്ടിലൂടെയും വാങ്ങിച്ചു കൊടുന്നു. ഇനി നമ്മളിത് ക്ലീനാക്കി നല്ല ഉണക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലാക്കുമ്പോൾ ഞാനൊന്നൊരു സാമ്പിൾ നോക്കും. നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ കുഞ്ഞു ചക്കനെ ഇനി നമ്മളിതിനെ ഇങ്ങനെ വെച്ചിട്ട് ഐഡിയ കൊടുക്കണം. നമ്മളിതിനെ എങ്ങനെയാണ് ലീക്ക് ചെയ്യുന്നതെന്ന് എപ്പടി നമ്മൾ ഐഡിയ പാക്കലാം. ഇങ്ങനെയാണ് തൊട്ടിക്കാരൻ കേട്ടോ. ഐഡിയ കണ്ടോളി. കോണി വേണ്ട, ടേബിള് വേണ്ട, ഹൈറ്റിനൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പിൽ വെച്ചിട്ട് ഹുക്കിൽ കയറ്റി ഈ ഹുക്ക് ഇതിനകത്തോട്ട് മെല്ലെ വെച്ചു കൊടുത്തു. കൈ കൊണ്ടൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുത്തു, പിന്നെ ഇങ്ങനെ വലിച്ചു. അതാണ് ഇതിന്റെ ടെക്നിക്ക്. അപ്പോൾ ഐഡിയപരമായിട്ട് കളിക്കുക എന്തിനും. ഓക്കെ. അപ്പൊ നമ്മളെ കുഞ്ഞു ചെക്കന് 16-17 ദിവസമായില്ലേ. സത്യം പറഞ്ഞാലേ ബേബിക്ക് തീരെ ഉത്തരവാദിത്തമല്ല ഗൈസ്. സ്വന്തം കുട്ടിക്കൊരു തൊട്ടി കെട്ടണം പോലുള്ള ബോധമില്ലാത്ത ഉമ്മയാണ് ബേബി. തൊട്ടി കിടക്കാൻ വരുന്നേ. തൊട്ടി കിടക്കാണ് ഒരുങ്ങണ്. കുഞ്ഞു ബേബിക്കാണേ, കുട്ടിക്കല്ല. കുഞ്ഞു ബേബിക്ക് കുഞ്ഞു ബേബിക്കല്ലേ. ഞാൻ കടന്നിട്ട് മതി ലട്ടിയെ. ഞാൻ കടന്നിട്ട് മതി. അരപ്പെണ്ണല്ലേ എന്ത് കെട്ടാനല്ലേ പെര പൊളിഞ്ഞോട് വെറുതെ ഓരോ പണിയെടുക്കാൻ. എന്നാ നോക്കി കുട്ടി പഠിച്ച് നോക്കുകയാണ്.
കട്ടിട പൊളിഞ്ഞാണ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും 80 കിലോ ഉണ്ട് ഇപ്പൊ. 80 രൂപ കിടക്കപ്പോ. അപ്പൊ പെണ്ണൂന് ബേബിക്കോ കിടക്കാം, നോ പ്രോബ്ലം. അപ്പൊ നല്ല കയറാണ്, ബലുള്ള കയറാണ്. ഇത് ഇവിടുന്ന് വാങ്ങി ഇത് ബേബിന്റെ മോടുന്നാട്ടോ. യെസ്. അപ്പൊ അടുത്തത് നമ്മളിനി ബാക്കി പെണ്ണൂനാണ് റോളല്ലേ. ബാക്കി ഐഡിയ എനിക്കറിയില്ലടി, എനിക്കറിയോ? ഞാൻ തൊട്ടൊന്നും കേട്ടില്ല. ആ പെണ്ണി തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് കയറ് ചെക്ക് ചെയ്തു, ബലുണ്ട്. ലൈറ്റ് കുഴപ്പമൊന്നുമില്ല. നമ്മള് തൂങ്ങുമ്പോ 80 കിലോ അല്ല വെയിറ്റ് വരിക, അതിൽ കൂടുതൽ വെയിറ്റ് കാണിക്കും. നമ്മൾ അങ്ങനെ വെയിറ്റ് കൊടുത്ത് തൂങ്ങുമ്പോ ഒരു കിൻഡലൊക്കെ വെയിറ്റ് കാണിക്കും. വിടുവിടാം മോളെ. അപ്പോ നമ്മള് നോർമൽ തൂക്കണ മാതിരിയല്ല, നമ്മള് വെയിറ്റ് തൂക്കുമ്പോ വെയിറ്റ് ഇങ്ങനെ വലിക്കുമ്പോ അങ്ങനെ പവർ മാറ്റം വരും. അപ്പോ ഗൈസ് നല്ല ബലമുള്ള കയറാണ്, കുഴപ്പമില്ല, ഉഷാറാണ്. അപ്പൊ നമ്മളിത് കെട്ടാൻ പോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് തൊട്ടി കെട്ടുന്നത്. 2 ചൂതുകളുണ്ടായിട്ട് നമ്മളിതിൽ തൊട്ടി കെട്ടിയില്ല. ബേബിയൊക്കെ ഉണ്ടായി എന്നല്ലാതെ തൊട്ടി ഞാൻ കെട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടി തൊട്ടി കെട്ടാണ് ഗൈസ്. അപ്പോ ഇത് എങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് പ്രശ്നമുണ്ട്. അത് ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിച്ചാൻ കിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ലോക്കാക്കിയിട്ടുള്ളൂ. നമ്മൾ കെട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഇത് ലോക്കാവും, കുറച്ച് താവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ തൊട്ടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് തൊട്ടി അടിപൊളി. ഇതിനി ഇവളുടെ സ്വന്തം അവകാശമായി ഗൈസ്. അപ്പളേ കുഞ്ഞു ബേബിക്ക് ഉണ്ടാക്കിയത് ഇനി ബക്ക് വേറെ ഉണ്ടാക്കുന്ന നിർബന്ധം. ഓക്കെ സെറ്റ്. കുഞ്ഞു ബേബിക്ക് ഊഞ്ഞാല് കിട്ടി. അപ്പോൾ അമ്പിളിക്ക് പഴയ ഊഞ്ഞാലുണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ പറ്റിച്ചു. നാക്കിൽ ഇവിടെ പഴയ കയറ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാലയമ്മ കെട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഒക്കെ മതി, കുഴപ്പമില്ല, ഉഷാറായിക്കോളും. മറ്റേ കുറേ ഇരുന്ന് ആടിയിരുന്നു. മോളെ എങ്ങടെ പോണേ കുഞ്ഞി? അടിച്ചാനോ? കുഞ്ഞിക്ക് ഉടുപ്പടിക്കാൻ പോകണത്. ഓണം സ്പെഷ്യൽ ഉടുപ്പാ വേണോ? ഈ കുഞ്ഞു നോക്കി നമ്മൾ ഒരു വെറൈറ്റി ഉടുപ്പ് എടുത്തിട്ടുണ്ട് അടിക്കാൻ പോകണം. അപ്പോൾ അത് എന്താണല്ലേ, അതാണ് വെൽവെറ്റ്. വെൽവെറ്റ് ഉള്ളതാ മാഷാല്ലാ. അതുപോലെ ഉടുപ്പടിക്കാൻ കൊടുക്കാൻ പോകട്ടെ നമ്മളെ അയലോക്കത്തേക്ക്. ടാറ്റാ. ഓക്കെ. ഇടയ്ക്ക് ഇങ്ങനെ മഴയിട്ട് ഇന്നലെ നല്ല വെയിൽ കിട്ടിയല്ലേ, അപ്പോൾ മൊത്തം ഉണക്കി സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. മറ്റേത് ഇങ്ങനെ വീടിനകത്ത് കൂടെ ഇങ്ങനെ ഒക്കെ തോരട്ടിക്കുന്നു അയലുമ്പ കൂടെയൊക്കെ. അപ്പോൾ നല്ല വെയിൽ കിട്ടിയപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടൊക്കെ ഉണക്കി പെണ്ണ് ഉഷാറാക്കി ഇവിടെ കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ മടക്കി വെക്കണം മുത്തുപണികളെ. അപ്പം ഇന്ന് എനിക്കെട്ടിൻ്റെ പണിയാണ്. ഞാനിങ്ങനത്തെ പണികളൊന്നും ജീവിതത്തിൽ ചെയ്യാത്തൊക്കെ സത്യം പറയാം, ഒരു പണിയും ചെയ്യല്ല. പണി ചെയ്യില്ല എന്നല്ല, പണിയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന പണികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ആദ്യമൊക്കെ കുറേ മുന്നേക്കെ പെണ്ണൂന് വയ്യാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഹെൽപ്പും ചെയ്യും. പക്ഷേ പിന്നെ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പെണ്ണൂസിന് ഇല്ലേനും. അപ്പം നമ്മളിതങ്ങനെ മടക്കിയൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. പെണ്ണൂസിൻ്റെ ഷാള്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ എല്ലാ പണികളും അടിച്ചൊരു തുടക്കം ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നോക്കില്ല, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ പെർഫെക്ഷനായിട്ട് നമ്മൾ ചെയ്തപ്പോൾ പെണ്ണ് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് കണ്ട് നിങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് മടക്കണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ബേബി ഗർഭിണിയായ സമയത്താണല്ലോ ഇത് ഇടാന്നുള്ളത്. പെണ്ണു ഓളെ നാത്തൂന് ഷിബിൻ്റെ പെങ്ങള് നാത്തൂന് സൗദിയിൽ നിന്നപ്പോൾ കൊടുന്നു കൊടുത്താണ്. ഇതിലേക്കൊരു ഷാളും ഉണ്ട് അല്ലേ, ഇതിലേക്ക് ഒരു ഷാളും ഉണ്ട് കേട്ടോ. ഇത് ഷാളാണ്. അപ്പോൾ ഇത് ഗർഭിണിയായ ബേബിക്ക് അന്ന് സുഖമായിരുന്നു ഇടാൻ. ടോപ്പായിട്ടും സിമ്പിളായിട്ട് വളരെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ ടോപ്പായിരുന്നു. പണ്ട് ലാൻഡ്രിയിൽ, സൗദിയിലെ ലാൻഡ്രിയിൽ പണിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വലിയ ടോപ്പുകൾ ലേഡീസിൻ്റെ ഡ്രസ്സുകളൊക്കെ വരുമ്പോൾ നമ്മളതിങ്ങനെ മടക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മളെ മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഓക്കെ മാഷാല്ലാ. ബേബി ഇതാ കുളിച്ച് ഫ്രഷായി സെറ്റായി എണ്ണയൊക്കെ തേച്ച് കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്താ ഓളെ കടിച്ചാപ്പറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അലുവ കൊടുക്കുന്നുണ്ടോ, കോഴിക്കോടൻ അലുവ കടിച്ചാപ്പറിച്ച് അല്ലേ, പല്ലുമോട്ടൻ അലുവ അല്ലേ, നമ്മളെ പഴയ മോഡലാണ്. എടുത്ത് കഴിഞ്ഞോ സാധനം തിന്ന്? ഞാനത് ഈ പീസ് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ മടക്കി വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഇത് അടുത്തൊന്നും ഇടില്ലല്ലോ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടേ ഇട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മടക്കി വെക്കണം കേട്ടോ. അത് സ്ത്രീ ഇടാനൊന്നും പറ്റില്ല, സ്ത്രീ ഇട്ടാൽ ചിലപ്പോൾ കല്ലൊക്കെ പോവും. അപ്പോൾ നമ്മൾ അലുവ കൊണ്ട് ജസ്റ്റ് നോക്കാം ഗായ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മാനൊക്കെ എഴുതി കൊടുന്നാലും വേണ്ടത്, ഞാൻ വല്ലാതെ ഒന്നൊന്നുമില്ല, എനിക്കങ്ങനെ തിന്നാൻ പറ്റില്ല. പക്ഷെ ഞാനിതിന് അന്ന് വാങ്ങിയ സമയത്ത് ഇവരാരും അറിയാതെ ഒരു പീസ് തന്നിട്ടുണ്ട്, അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ആ പഴയ മോഡൽ കടിച്ചപ്പറിച്ചാൽ വേണ്ട, നല്ല രസം തിന്നാം. വലിയ മധുരമൊന്നുമില്ല, പക്ഷെ ഓയിലിയാണ്, എണ്ണ നല്ല ഉണ്ടാവും. അപ്പോൾ ഞാനിത് ചെറിയൊരു പൊട്ട് തിന്നുന്നുണ്ട്. ഇവരെ എല്ലാവരുടെയും പെർമിഷൻ കിട്ടിയിട്ട് തിന്നൽ നടക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ പെർമിഷന് കാത്തിക്കുന്ന ആളൊന്നും അല്ല. കടിച്ച വയ്ക്കില്ല, ഒന്നായിട്ട് തൊള്ളിക്കണോ? കടിച്ചപ്പറിച്ചിട്ടല്ലോ നമ്മളെ പഴയ
ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ച നല്ലതാണ്. അത് കിട്ടൂല ഒന്നായിട്ട് തൊള്ളിക്കിടണോ ജമ്മേ ഇതൊന്നായി തൊള്ളിക്കണേ അല്ലാത്താട്ടത് ശരിക്കും കടിച്ചാൽ പറിച്ചോ. ഒട്ടിയിട്ട് നമ്മൾ കരുവാറുണ്ട് കാളിയാവര് കോഴിക്കോട്ടത്തെ വടകരക്കാരാന്ന് തോന്നുന്നു. വടകരത്തിലാണെന്ന് തോന്നുന്നു. വടകര കണ്ണൂരെ പറഞ്ഞു നമുക്ക് പുള്ളിക്കാരം വീട്ടിൽ നിന്ന് ഒരു മാസത്തിനൊക്കെ പോരും. മാസത്തിനൊക്കെ പോന്നിട്ട് ഹലുവ വണ്ടിയിൽ കയറ്റി വന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡൊക്കെ സൈഡൊക്കെ ഇങ്ങനെ ഉപ്പിട്ടു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് കാളിയെന്ന് കാണും, കരുവാന്ന് കാണും, തൂരുന്ന് കാണും, ഇങ്ങനെ കാണും. രസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കരുവാനൊക്കെ പോയപ്പോൾ ഇയാളെ കണ്ടപ്പോൾ നിർത്തി. ഞങ്ങളിങ്ങനെ സംസാരിക്കലുണ്ടെന്നും പുള്ളിക്കാരൻ സംസാരിക്കാൻ ഭയങ്കര രസമാട്ടോ. മൂപ്പര് നാട്ടിലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും, നമുക്ക് ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞുതരും, കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം ഫ്രൂട്ട്സൊക്കെ വിറ്റപ്പോൾ പുള്ളിക്കാരനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് വണ്ടിയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യും. അപ്പോൾ നമ്മളെ കസ്റ്റമർ മൂപ്പരതും വാങ്ങും, മൂപ്പരെ കസ്റ്റമർ നമ്മളതും വാങ്ങും. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളെ അത്യാവശ്യം ഡ്രസ്സൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേബിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ സംഭവം. നമ്മൾ അപ്പോൾ രാവിലത്തെ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ബേബിക്കൊരു ഫുഡ് ഇതാ. എന്താണ് ഇതെന്തൊക്കെയുള്ള ബേബി? നമ്മളെ ബേബിക്കൊരു ഫുഡ് ഉണ്ടെങ്കിൽ അത് എനിക്ക് ഉണ്ടാവും കേട്ടോ. അവിടെ അത് ഇവിടുത്തെ നിയമമാണ്. എനിക്കറിയില്ല എന്താ സംഭവം. ഈ ഫുഡും കൂടെ കഴിക്കുകയാണ്. ബേബി ആരോഗ്യ സുരക്ഷ പിന്നെ ഫുഡ് ഇപ്പം സുരക്ഷാ ഫുഡും കഴിക്കരുത്, ഇപ്പം സുരക്ഷാ ഫുഡ് കഴിക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ളത് നുറുക്ക് ഗോതമ്പും ചെറുപയറും തേങ്ങാപ്പാലും അല്ലേ ബേബി? എന്താ പറയുക, ഉലുവ ഉണ്ട് കേട്ടോ. ഓ സോറി, ഉലുവ ചെറു പണി തന്നു എൻ്റെ മുട്ടുംകാല് തകർന്നു ഗൈസ്. പെണ്ണ് നമുക്കൊരു പണി എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ബേബിൻ്റെ സ്പൂണൊക്കെ തെറിച്ചു പോയി. അപ്പം മുത്തുമണികളെ അടുത്ത് കണ്ടെങ്കിൽ നല്ല മത്തി ഇങ്ങനെ നെയ്യിൽ കിടന്നിങ്ങനെ എന്താ വറക്കണേ. പിന്നെ അടുത്തത് നമ്മളെ പാല് തിളക്കുന്നുണ്ട് ബേബിക്ക്. പിന്നെ അതാ വാഴക്കൊപ്പേരി മറ്റേ നമ്മളെ വമ്പയറും കൂടി മിക്സാക്കി തോരൻ വെച്ചിട്ടുണ്ട്. നല്ല മത്തി കറിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇമ്മമ്മോടെ റെഡിയാക്കി പെണ്ണുമ്പടെ കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വമ്പയർ ഇതാ അതിക്കുള്ള പൊട്ടിക്കുന്നുണ്ട്, ഉപ്പേരികൾ, മീനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി മീനാണ്. ഭക്ഷണം കഴിക്കാനും അയക്കൂല ഇങ്ങനെ ക്യാമറയും പിടിച്ചെടുക്കണേ. ഞാൻ അവിടെ കുറ്റച്ച പോണേന്നത് അപ്പോഴൊക്കെ എടുത്തിട്ട് ഓടുന്നില്ല ക്യാമറ. എത്താൻ എൻ്റെ കഥ. ഒരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനും സ്വാതന്ത്ര്യമില്ല ഗൈസ്. ഞാൻ ഇറങ്ങിപ്പോട്ടെ പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞ വീട്ടിൽ കിട്ടിടുമ്പോ എന്താ വിചാരിച്ചു തിന്നാൻ തരണ്ടിരുന്നേ. എത്താൻ എൻ്റെ കഥ. എന്ത് പറയണ ഇങ്ങനെ ഒരു മനുഷ്യനെ വീട്ടിൽ കെട്ടിട ഗൈസ് തിന്നാൻ തരാതെ. ഇത് നേരുമ്പോഴത്തേക്ക് ക്രീം ബിസ്ക്കറ്റ് ഏതാ തീറ്റ പൊട്ടിയോ ഇനി ഇതില് കൈയുണ്ടോ നിങ്ങളെ ബൂസ്റ്റ്? ഇത് തടി ഇടേണ്ട സ്ഥാനത്ത് നിങ്ങൾ നോക്കി മുഖത്തേക്കൊന്ന് നോക്കി. ബേബിക്ക് സ്ലിം ഇഷ്ടമാണ്. ബേബിക്ക് ഹെൽത്തി നമ്മൾ ആക്കണ്ടേ. ബേബിനെ ഹെൽത്തി ആക്കാൻ നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ബേബിക്ക് ഇനി ഇപ്പൊ എത്ര കൊടുത്തിട്ടും കാര്യമില്ല. ബേബി ഇങ്ങനെ കാട്ടോ. എന്നിട്ട് ഇങ്ങനെ ആട്ടിട്ട് ഇങ്ങനെ ബേബി വരച്ചു വെച്ചിട്ടേ നോക്ക് വേണ്ട തിന്നിട്ടോളം നീച്ചു. ഉമ്മ എന്തും ഞാൻ ഇപ്പൊ അതൊന്നല്ല ചോദിച്ചത്, നിങ്ങൾക്ക് ഇതൊക്കെ തിന്നാൻ പറ്റുമോ? അല്ല അങ്ങനെ എനിക്ക് എന്താ ഉലുവ, ചെറുപയറ്, പിന്നെ ഗോതമ്പ്, പിന്നെ കുറച്ച് തേങ്ങാപ്പാല്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് പറ്റാത്തത്. നല്ല സാധനല്ലേ തേങ്ങാപ്പാല്. നമുക്ക് ഉള്ളെടുത്തുങ്ങാണ്ട് എന്റെ കുട്ടിക്ക് ഉമ്മ ഇന്ന് പ്ലേറ്റ് നിറച്ച് കൊടുക്കലുണ്ട്. എന്റെ കുട്ടി ഇങ്ങനെ തോന്നും. എന്നിട്ട് ബാക്കി ഇപ്പൊ അങ്ങളും തോണ്ടി അറിയും. അമ്മ നേരെ ഐഡിയ മറിച്ചു. ഓക്ക് 2 സ്പൂൺ കൊടുക്കും, എനിക്ക് 40 സ്പൂൺ. അപ്പോളേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കുറേ കണ്ടു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞിരുന്നു, ഒരു ലവ് സ്റ്റോറി. ആരെയോ സ്നേഹിച്ച ലവ് സ്റ്റോറി. ഇന്നെ ആരും സ്നേഹിച്ചിട്ടില്ല, പെണ്ണൂനെ ഞാൻ സ്നേഹിച്ചു, അങ്ങനെയാണ് കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ നിന്ന് കണ്ട കുട്ടി ആ ബാഗ് അങ്ങനെ പിടിച്ച്, ഞാൻ ആ ബാഗ് അങ്ങനെ പിടിച്ചത് നോക്കും. അങ്ങനെ അങ്ങനെ കാട്ടി കൊടുത്ത അങ്ങനെ ബാഗ് അല്ല പല പോലത്തെ പിടിക്കും. ഇങ്ങനെ തൊക്കിൽ വെക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് സെറ്റ്
അപ്പോൾ അങ്ങനെ വേഗം പിടിച്ചിട്ട് ഇങ്ങനെ കുലുങ്ങി 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 നടന്നിരുന്നൊരു കുട്ടീനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും. അത് നമ്മൾ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏതോ കുട്ടി ആരുടെയോ കുട്ടി ബേബിയെ. അപ്പോൾ പലരും ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോസിൽ കമന്റ് ഉണ്ട് 2 ഭാര്യമാരാണെന്ന്. പൊന്നാര മക്കളെ, ഇത് 2 ഭാര്യമാർ, ഇത് പെണ്ണും എൻ്റെ വൈഫ്, ഇത് ബേബി അഫ്ന ഷാൻ എൻ്റെ മോൾ. മാപ്പിളിന്റെ ഫോട്ടോ ഞങ്ങൾ വെക്കുന്നുണ്ട്. അതെ, അവളെ ഹസ്ബൻഡ് ഷിബിൽ ഷാൻ, അങ്ങനെ കേട്ടോ കിടക്കണം നമ്മളെ മോൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേറെ ഒന്നും വിചാരിക്കണ്ട, നമ്മളെ കുട്ടിയാണ്. ചില ആൾക്കാർ പകുതി കണ്ടും കണ്ട അങ്ങനെയും കണ്ടിട്ട് ഫുൾ വീഡിയോ കാണാത്ത ആളുകൾ ഫുൾ വീഡിയോ കാണാം, അപ്പോൾ മനസ്സിലാവുള്ളൂ. വെറുതെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കണ്ട് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഐഡിയ ഇല്ല. ആരെ കടക്കട്ടെ എഴുതി കണ്ട് ചെയ്തു. അതെ, ചിലപ്പോൾ തമാശക്ക് എഴുതുന്ന പോലെ ആയിരിക്കാം. പക്ഷെ എന്തായാലും എൻ്റെ പൊന്നു മോളാണ് ബേബി. ഇപ്പൊ ബേബി താത്തന് പിന്നെ ഓരോ കല്യാണം കഴിച്ച ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലേ? അതാണ് ആ മാറ്റം അല്ലേ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടം സ്കൂൾ ജീവിതം കഴിഞ്ഞാണ്ട് നമ്മളങ്ങനെ കടന്നുപോയി. പിന്നെ അങ്ങനെ പെണ്ണൂരെ നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടലും ഞാൻ ചെറിയ നാടകം കളിക്കലും അങ്ങനെ ആ നാടകം വൻ വിജയമായി മുന്നോട്ട് പോയി. പല ട്രാജഡികളും ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് ഹാപ്പിനെസ് മാത്രമേ നമ്മൾ കഥ പറയുന്നുള്ളൂ. പിന്നെ നമ്മളെ ഫാമിലിക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ട്രാജഡികളൊക്കെ കുറിച്ച്. പിന്നെ നമ്മളൊന്നും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഫാമിലിനോട് പറയണ്ട നമ്മളെ. അപ്പോൾ നമുക്ക് പല വിഷയവും നമ്മളെ ജീവിതത്തിൽ കടന്നു പോകും. നമ്മൾ പക്വതയില്ലാത്ത പ്രായത്തിൽ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു, പല ഇടപെടലുകളും പല രീതിയിലും പല വിഷമഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു മെജോറിറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പക്വതയിലെത്തിയത്. എന്തായാലും മനുഷ്യന് 30-35 വയസ്സ് കഴിഞ്ഞാൽ ഒരു പക്വത ഉണ്ടാവുമല്ലോ, അതും കടന്നു പോയി. ഇപ്പോൾ 40 കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അതിൻ്റേതായ പക്വതയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 26 വർഷം ജീവിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് 2000 ഞങ്ങൾ വിവാഹം. 2000 വിവാഹമാണ് നമ്മൾ പറഞ്ഞു. 2001 വാവ ജനിച്ചു, 2004 ബേബി ജനിച്ചു. അങ്ങനെയാണ് നമ്മളെ ആ ഒരു കാലഘട്ടം. 2 മക്കള്. ബേബിനെ ഇപ്പോൾ കല്യാണം കഴിച്ചു, ബേബിക്ക് 2 മക്കളായി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മളെ ഒരു നിൽക്കുന്ന ലെവലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ഇതിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും സുഖസുന്ദരമായ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ അമ്മ ഞങ്ങളെപ്പോഴും അനുഭവം അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പക്വതയ്ക്ക് മുമ്പുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് ട്രാജഡികൾ ഉണ്ടാവും, പല വിഷയങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ ഹാപ്പിനെസ് മാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്ന് അങ്ങനെ പെണ്ണൂരെ നമ്മൾ കാണുകയും നമ്മൾ ഒരു അറേഞ്ച്ഡ് വിവാഹത്തിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നമ്മൾ ബ്രോക്കർ ഇടയിൽ ഒരാളെ നിർത്തി, പെണ്ണിൻ്റെ പന കണ്ട് സംസാരിച്ചു, എൻ്റെ പന കണ്ട് സംസാരിച്ചു. ബാക്കി ഞാൻ പുറകുനിന്ന് കളിച്ചു ഒരു വലിയ കളി. ആ കളിയാണ് ഇങ്ങനെ ആയത്. ഇന്ന് ഇരുത്തം, 2 മക്കൾ, പേരക്കുട്ടികളൊക്കെ ആയി, ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാം പോയി പരസ്പരം പെണ്ണ് കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിഞ്ഞ് പിന്നെ നിക്കാഹ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ, ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി. അന്നൊക്കെ അങ്ങനെയുള്ള അന്ന് നിക്കാഹ് കഴിഞ്ഞ ശരിക്കും 3 മാസം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൊന്നും ആരും കാണുന്നില്ല. ഇപ്പം പിന്നെ മോഹന് മുട്ടായി കൊടുക്കൽ കഴിഞ്ഞാൽ മതിയല്ല. ടൂർ പോണ ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല ഫോൺ കൊടുക്കലായി, സംസാരിക്കലായി, ഒരു വിഷയമല്ല എന്തിനും. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 3 മാസം ഉണ്ടല്ലോ, 3 മാസം ശരിക്കും ഞങ്ങൾ നിക്കായിട്ട് 3 മാസം നിക്കായിട്ട് 3 മാസം നമ്മൾ കാണാതെ പോവാണല്ലോ. കാണില്ല എല്ലാവരും, പരസ്പരം കാണുന്നില്ല. പക്ഷേ നമ്മൾ ഓർമ്മകളുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും, മനസ്സിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സ് എടുക്കാൻ ദിവസം പോവാന്നൊക്കെ ചെന്ന് പറയുന്ന ആ ഒരു നിമിഷമാണ്. അപ്പോൾ അത് ഉപ്പയാണല്ലേ, ഞാനല്ല, സോറി. അപ്പോൾ പിന്നെ ഒരുമിച്ച് പോയി ഞങ്ങളെല്ലാവരും. ഇപ്പം ഞാൻ അത് ഇടവണ്ണ ഭാഗത്ത് പോയിട്ട് ആണ്. എന്നൊക്കെ മെയിൻ അവിടെ ഇടവണ്ണയാണ് ടെക്സ്റ്റൈൽസിൻ്റെ മെയിൻ, കല്യാണ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒക്കെ മെയിൻ അവിടെയാണ്. അപ്പോൾ അവിടെ പോയി അന്ന് ഇടവണ്ണാണ് കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഏറ്റവും ഡ്രസ്സ് ട്രെൻഡായിട്ട് കിടക്കുന്ന കാലഘട്ടം അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയി ഡ്രസ്സ് എടുത്ത് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ്
നമ്മൾ പോന്നു. ബേബിയെ പെണ്ണിനെ വീട്ടിലാക്കി ഞാൻ എൻ്റെ വീട്ടിൽ ഒക്കെ ഇപ്പം തന്നെയാണ് കൊണ്ടുപോയി. നമുക്ക് റോളില്ലല്ലോ അന്ന്, കാരണന്മാരെ ഇടപെടാൻ കൈകാര്യം ചെയ്യാൻ. അന്ന് നമ്മൾ നിക്കാതെ ചോദിച്ചിട്ട് നമ്മളതാവണമെന്നില്ല എന്ന് പറയണത്. അന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോഴാണല്ലോ മുടി മിഠായി കൊടുത്താൽ മതി സ്വന്തമായി എന്നുള്ളിടത്തോളം. എന്താ എനിക്ക് ഒരാളതിൽ ഒന്നുമില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ഞാൻ ഇഷ്ടപ്പെട്ടു, അങ്ങനെ പുറമെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പെണ്ണ് പോയി കണ്ടു, വീട്ടുകാരെ നിർബന്ധപ്രകാരം കുറേ പെണ്ണ് പോയി കണ്ടു. പക്ഷെ അപ്പോഴും പെണ്ണ് മനസ്സിലുണ്ടായതുകൊണ്ട് വീട്ടുകാരോട് ഞാൻ അങ്ങനെ പെണ്ണ് ഇട്ടിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ പറയുന്ന പെണ്ണൊക്കെ ഞാൻ പോയി കാണും. പിന്നെ അങ്ങനെ പല അറിയുന്ന പെൺകുട്ടികളൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഫാമിലി വൈസിലൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾക്ക് മനസ്സിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നമ്മളെ മനസ്സിലിങ്ങനെ ഒന്ന് കിടക്കുന്നത് ഉള്ളത് കൊണ്ട്, ഒന്ന് നമ്മളെ മനസ്സിൽ തന്നെ കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ചിലപ്പോൾ വേറൊന്നും കയറില്ല. അപ്പോൾ നമ്മളങ്ങനെ പെണ്ണിനെ സെറ്റാക്കി, നിൽക്കാൻ കഴിഞ്ഞൊക്കെ ഹാപ്പിയാക്കി സാറായി അല്ലായിരുന്നു. പിന്നെ അത് അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു 10 മണികളെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയ ചെറിയൊരു കാര്യമുണ്ട്. അന്ന് നമ്മുടെ ഏജ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രായമാണ്. 18 വയസ്സ് തികഞ്ഞ ഞാനും 14 വയസ്സ് തികഞ്ഞ പെണ്ണും. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ 2 ചെറിയ കുഞ്ഞുമക്കൾ ഒരു വിവാഹ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തെല്ലാം രസങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കട്ടെ ചെറിയ കഥയോടുകൂടി. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും അടുത്ത കഥയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കമൻറ്റുകളൊക്കെ അയക്കുക. തീർച്ചയായും നിങ്ങളെ കമൻറ്റുകളാണ് നമ്മളെ വൻ വിജയം. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോളേ നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ ലേഹമാണിത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ചു, ഒക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മളിത് കുപ്പിയിലാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സാധനം ബോട്ടിലാക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലേഹം അരച്ച് വെച്ചാൽ ജ്യൂസ് അടിച്ച് ഇതാണ് ഇതിന് സെറ്റ് നമുക്കിത്. അപ്പോൾ ഗൈസ് നമ്മുടെ ലേഹത്തിൻ്റെ പാത്രം, ലേഹം ദാ ഇവിടെ ബോട്ടിലായിട്ടുണ്ട്. 1 കിലോ, അര കിലോ ഇതൊരു 300 ഗ്രാം ഉണ്ടാവും. അപ്പോൾ 2.5 തികയില്ല കേട്ടോ മൊത്തം. അതും മതി, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ ഗർഭിണി ഇത് വൈദ്യശാലയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂല അല്ലേ? ഇത് നമ്മൾ വീട്ടിൽ മാത്രം തയ്യാറാക്കുന്ന ലേഖമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റായി. ഇനി അടുത്ത് നമുക്ക് വേറെ പരിപാടി വരുന്നുണ്ട് ഇൻഷാ അല്ലാ.